ഹലോ, അഞ്ജലീസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ന്യൂ ഇയറിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ ദിവസം എൻ്റെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്, തേങ്ങ വറുത്ത് അരയ്ക്കുകയാണ്. നെയ്ച്ചോറ് ചേച്ചി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ചെറിയ മോനെ നോക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് യേശീൻ്റെ മോളൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ചിക്കൻ കറി ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മമ്മ കൂടെ ഉണ്ടാവലുണ്ട് വീട്ടിൽ. ഇന്ന് അമ്മമ്മേൻ്റെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോയതാണ്. ഇന്ന് ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഇല ഇട്ടിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിക്കുകയാണ്. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മഞ്ഞളെണ്ണ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മയും പിന്നെ കാർത്തേനെടുത്തി. അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് കണ്ടു നോക്കാം അല്ലേ. മഞ്ഞളെണ്ണയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അമ്മയും കാർത്തേനെടുത്തിയും കൂടെ പറഞ്ഞു തരും കേട്ടോ. ഇതെന്തിനാ പറയാ? ഇത് കഴുകി ഇടിച്ച് ഉണക്കിയിട്ട് പിന്നെ മാവിൻ്റെ തോലും അതും എല്ലാം കൂടി ഇടിച്ച് ഉണക്കി, എന്നിട്ട് ഒന്നും കൂടി ഇടിക്കുക, എന്നിട്ട് തേങ്ങാപ്പാലും കൂട്ടി. മഞ്ഞളുണ്ടോ? അമ്മമ്മ കൊണ്ടുപോതാ? അമ്മമ്മ കൊണ്ടുപോതാ. ഒന്നുകൂടി ഇടിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് തരിച്ചെടുത്തിട്ട് ചെറിയ നേർമ പൊടി വീലാക്കി വെക്കാം. ഓരോ സ്പൂണും തേങ്ങാപ്പാലിൻ്റെ അകത്ത് നല്ലോണം താലിക്കാം. എന്നിട്ട് ആ മേപ്പ് ഇരട്ടുക, നല്ലോണം മേപ്പൊക്കെ പെരട്ടുക. വാരിടാണെന്തുണ്ട് ആ കവർ വാരിടാം. കറുത്തേനടുത്തത് മഞ്ഞളും പിന്നെ അല്ലേ, മഞ്ഞളും മാവും കൂടിയല്ലേ? മാവിൻ്റെ തോല് ചെത്തിയത് രണ്ടും കൂടെ. അതിൻ്റെ പുറത്തെ തോല് ചെത്തിയിട്ട് നല്ല തോല് എടുക്കുക. മാവിൻ്റെ മുകളിൽ നിന്ന് ചെത്തിയതാ? കണ്ണിമാവിൻ്റെ. കണ്ണിമാവിൻ്റെ അല്ലേ? മഞ്ഞൾ മാറില്ല അതല്ലേ ഇത്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളെ കുഞ്ഞു വീഡിയോ. ചേച്ചി കേക്കൊക്കെ ആയിട്ട് വന്നു, കേക്ക് കട്ട് ചെയ്തു. പിന്നെ കനീൻ്റെ അച്ഛൻ നാട്ടിലില്ല, പിന്നെ അമ്മമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എൻ്റെ മൂത്ത ചേച്ചിയും ഏട്ടനും മോളൊക്കെ പുറത്താണ്. അപ്പോൾ രണ്ടാമത്തെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഇനി അടുത്ത വർഷത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Bye.